അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നത്തിങ് ട്വൈസ് എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പോയമാണ് നമുക്ക് നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നത്തിങ് ട്വൈസ് എഴുതിയിരിക്കുന്നത് വിസ്ലാവ സിംബോസ്ക എന്ന റൈറ്ററാണ് കേട്ടോ, അല്ലെങ്കിൽ പോയറ്റാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കാം. Selma Lagerlof's banquet speech pays homage to those who helped her along the journey of life. നമ്മൾ സെൽമ ലാഗർലോഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സെൽമ ലാഗർലോഫിൻ്റെ ജേണിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ടൈമിംഗ് മാനേജിങ് ആയിരുന്നു അല്ലേ. നൗ ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് സീ ഹൗ സ്പെഷ്യൽ എവറി മൊമെൻറ്റ് ഇൻ ലൈഫ് ഈസ്. ഒരു ലൈഫിൽ എങ്ങനെയാണ് ഒരു മൊമെൻറ്റ്, ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സുകളാണെങ്കിലും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളത് അതിനെ കൈകാര്യം ചെയ്ത് എടുക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഡയറക്റ്റ് പോയത്തിലേക്ക് പോവാം. നത്തിങ് ട്വൈസ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തില്ല, ഒന്നും തന്നെ 2 തവണ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല അല്ലേ. എന്താണ്, ഒന്നും തന്നെ നടക്കുന്നില്ല. അതിനിപ്പോൾ എന്തെങ്കിലും കാര്യം സിമിലാരിറ്റി എന്താ പറയുക ഒരുപോലെ തന്നെ നമുക്ക് തോന്നിയാലും അതിലെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കും. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ എന്തല്ല, ഒരു മുന്നൊരുക്കങ്ങളും ഇംപ്രവൈസ്ഡ് അല്ലേ, ഒരു മുന്നൊരുക്കങ്ങളും കൂടാതെയാണ്. ലീവ് വിത്തൗട്ട് ചാൻസ് ടു പ്രാക്ടീസ്. ഒരു എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒരു പ്രാക്ടീസ് പോലും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. നമ്മൾ ആൻഡ് ബോൺ ടു എന്താണ്, ജനിച്ച സമയത്ത് മുതൽ നമ്മൾ എന്തെങ്കിലും പ്ലാനിങ്ങിലൂടെയാണോ വരുന്നത്? അല്ല. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംബർ. എന്താണ് ഡംബർ എന്ന് പറഞ്ഞാൽ? മന്ദബുദ്ധി എന്നാണ് അർത്ഥം കേട്ടോ. ഇഫ് യു ആർ ദ പ്ലാനറ്റ് ബിഗ്ഗസ്റ്റ് ഡെൻസ്. ഇന്ന് ഈ ലോകത്ത് ഒരാളും മന്ദബുദ്ധികളായിട്ടില്ലെങ്കിൽ നിങ്ങളായിരിക്കും എന്ത്, ഏറ്റവും വലിയ മന്ദബുദ്ധികൾ എന്ന് പറയുകയാണ്. യു ക്യാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. അവിടെ പറയാണ്, ഒരു ക്ലാസ് നമുക്ക് സമ്മറിൽ കിട്ടുന്നത് തന്നെ അത് ഒരു തവണയാണ് എന്ത് ചെയ്യുള്ളൂ, ഓഫർ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്തിനാണ് താരതമ്യം ചെയ്യുന്നത്? ലൈഫ് എന്നത് ഒന്നേ ഉള്ളൂ അല്ലേ. ആ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ സന്തോഷത്തോടു കൂടി യുണീക്ക് എക്സ്പീരിയൻസോടു കൂടി എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ആ വരിയുടെ അർത്ഥം ഒന്ന് നോക്കി നോക്കാം നമുക്ക്. എന്താ അതിന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, no 2 nights will teach that what bliss is in precisely the same way with precisely the same kisses. നമുക്ക് മുന്നോട്ട് പോകുന്ന കൃത്യമായ ജീവിതം അല്ലേ, നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എന്താണ് കൃത്യമായ ഓരോ ജീവിതമായിട്ടാണ് അല്ലേ. ദെൻ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ആനന്ദത്തോടു കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെ എന്ത് ചെയ്യണം, മുന്നോട്ട് നല്ല രീതിയിൽ ആനന്ദത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലേ. വൺ ഡേ പെർഹാപ്സ് സം ഐഡിയ ടങ് മെൻഷൻ യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻഡ്. വൺ ഡേ ഒരു ദിവസം എന്താണ്, സം ഐഡിയൽ ടങ് കുറച്ച് നാവുകൾ നമ്മുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായിട്ട്, ഇവിടെ ആക്സിഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആകസ്മികമായി എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ആകസ്മികമായിട്ട് പേരുകൾ പറയുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്ന കാര്യം എന്താണ്, റോസ് എറിയുന്ന പോലെയും ഓൾ ഹ്യൂ ആൻഡ് സെൻഡ് അല്ലേ, എല്ലാ നിറങ്ങളും മണങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും ആനന്ദകരമായിട്ട് സന്തോഷമായിട്ട് ആ നിമിഷം എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ദ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം എന്താണ്, ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ ക്യാൻറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് അല്ലേ. എന്താണ്, പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ തന്നെ ഉണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലോക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അല്ലേ. എ റോസ് അല്ലേ. മുന്നേ നമ്മൾ പറഞ്ഞു, അതിന് മുന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്, റോസിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എന്ത് ചെയ്തിരിക്കുന്നു, ആ കാര്യം മറന്നുപോയിരിക്കുന്നു. എ റോസ് എന്ത് റോസ് അല്ലേ. വാട്ട് കുഡ് ദാറ്റ് ബി, എന്താണത്? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക് അല്ലേ. എന്താണ് അത്, പൂവാണോ അതോ പാറയാണോ എന്നുള്ള സംശയമായിരിക്കും. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ. ഫ്ലീറ്റിംഗ് ഡേ എന്താണ്, കഴിഞ്ഞു പോയ ദിവസങ്ങളല്ലേ. അപ്പോൾ നമ്മളടുത്ത് നമ്മുടെ ഈ ഒരു വിസ്ലാവ സിംബോസ്ക എന്ന പോയിട്ട് ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ സമയത്തെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസത്തെ ആവശ്യമില്ലാത്ത നീഡ്ലെസ് അല്ലേ, അനാവശ്യമായിട്ടുള്ള പേടി കൊണ്ടും സങ്കടം കൊണ്ടും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്? എന്തിനാണ് ഈ ഒരു ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പേടിയും സങ്കടവും ഒരു ദിവസത്തിന് നിങ്ങൾ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ നോട്ട് ടു സ്റ്റേ അല്ലേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. നമ്മളെ നാച്ചുറൽ പറഞ്ഞ കാര്യമാണ് എന്ത്, ഇന്ന് എന്ന് പറയുന്നത് എന്താണ്, ഓൾവേസ് ഗോൺ ടുമോറോ, നാളത്തേക്ക് അത് മാറും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു പോകുന്നു.
വിത്ത് സ്മൈൽ ആൻഡ് കിസ്സസ്, പുഞ്ചിരിയോട് കൂടിയിട്ടും അതുപോലെ സന്തോഷത്തോട് കൂടിയിട്ടും എന്താണ് വി പ്രിഫർ, നമ്മൾ മുൻഗണന കൊടുക്കണം. നമ്മളൊക്കെ എന്താണ് ടു സീക്ക് എക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ, നമ്മൾ താഴെ സ്റ്റാറിന് താഴെ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയിൽ ജീവിക്കുന്നവരാണ് അല്ലേ. ദെൻ ആൽദോ വി ആർ ഡിഫറെൻറ്റ്, എങ്കിലും നമ്മളൊക്കെ എന്താണ് ഡിഫറെൻറ്റ് തന്നെയാണ്. വി കോൺകർ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മതിക്കുന്നു അല്ലേ. ജസ്റ്റ് ആസ് 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആർ, എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്ന് പറയുന്നത്, 2 വെള്ളത്തുള്ളികൾ അല്ലേ, 2 ഡ്രോപ്സ് വെള്ളത്തുള്ളികൾ എന്ത് ചെയ്യുമ്പോൾ രണ്ടിടത്ത് ഉറ്റിക്കുമ്പോൾ അത് രണ്ടും തികച്ചും എന്താണ് വ്യത്യസ്തരാണ്. അപ്പോൾ അതുപോലെ എന്താണ് നമ്മൾ തികച്ചും വ്യത്യസ്തരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, 2 തവണ നടക്കുന്നില്ല. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് അല്ലേ. എന്താണ് അപ്പോൾ ഇതിൽ മൊത്തത്തിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതം പല രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ. പല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിലൂടെയും സന്തോഷത്തിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് അല്ലേ. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് നമ്മൾ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടുവരാനും സ്പെഷ്യൽ മൊമെൻറ്റ്സുകൾ ഉണ്ടാക്കാനായിട്ടും എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ.